ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചക്കക്കുരു അവിയലാണ്. വെള്ളരിക്ക, ചക്കക്കുരു, മുരിങ്ങക്ക, അച്ചിങ്ങ, പടവലങ്ങ എല്ലാം ഞാൻ കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, ജീരകം. തേങ്ങ 1.5 മുറി എടുത്തിട്ടുണ്ട്. ആവശ്യമായ കരിവേപ്പില. ഉരുളി എടുത്തു. എനിക്ക് 2-3 ഉരുളിയുണ്ട് അവിയലും പുഴുക്കുമൊക്കെ വെക്കാൻ. ആദ്യമായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉരുളിയിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച ചക്കക്കുരു, അച്ചിങ്ങ, പടവലങ്ങ എല്ലാ കഷ്ണങ്ങളും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. മുരിങ്ങക്ക ലാസ്റ്റേ ഇടത്തുള്ളൂ. അടിയിലിടുമ്പം തന്നെ പെട്ടെന്ന് വെന്തു പോവും, നാര് പോലാകും, കൊള്ളത്തില്ല. അതിനുശേഷം വെള്ളരിക്ക ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടു. അതിനുശേഷം മേലെ നമ്മൾ മുരിങ്ങക്ക ഇട്ട് കൊടുത്തു. ആവശ്യമായ വെള്ളം ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിന് ചിലപ്പം വേവ് കാണും, അതുകൊണ്ടാണ് അത്രയും ഒഴിച്ചത്. മഞ്ഞൾപ്പൊടി ചെറിയ ടീസ്പൂണോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ സ്പൂണിന് നിങ്ങൾക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി. അവിയലൊരു നല്ല മഞ്ഞയായിട്ടിരിക്കണം. അതിനുശേഷം എരിവുള്ള മുളക് പൊടി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുലുക്കി ഒന്ന് സെറ്റാക്കി വെച്ചു. അതിന് മേലെ ഇച്ചിരി കരിവേപ്പിലയും കൂടെ വിതറി. കുറച്ച് തേങ്ങ, 2 സ്പൂൺ തേങ്ങ അതിൻ്റെ മേലെ വിതറി കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ആഡ് ചെയ്തു. വെളിച്ചെണ്ണ ആവശ്യം പോലെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അസുഖമുള്ളവർ കുറച്ച് ഉപയോഗിച്ചാൽ മതി. കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ നോക്കി വേണം ചെയ്യാൻ. നമുക്ക് അടച്ചു വെക്കാം. അതിലിരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ എല്ലാം ഒന്ന് അരച്ചെടുക്കാം. ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ജീരകം നമ്മളെടുത്ത് വെച്ച ആ ജീരകം കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നമ്മൾ പിന്നീടാണ് ഈ തേങ്ങ ഒന്ന് തരിതരിപ്പ് അരച്ചിട്ട് അതിന് ശേഷമാണ് ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ജീരകവും തേങ്ങ മാത്രം നമ്മൾ ഫസ്റ്റ് മിക്സിയിലൊന്ന് തിരിച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി വെള്ളം ഒഴിക്കരുത്, ഒത്തിരി വെള്ളമായാൽ കൊള്ളത്തില്ല. എൻ്റെ കൊച്ചുമോൻ എണീറ്റെന്ന് തോന്നുന്നു. അമ്മച്ചി എന്നുള്ള വിളിയൊക്കെ അവിടെ കേൾക്കുന്നുണ്ട്. നല്ല ഉറക്കമായിരുന്നു. ലേറ്റായിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് താമസിച്ചാണ് ഉണരുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? മക്കളെല്ലാം കാണണം. തേങ്ങ റെഡിയായിട്ടുണ്ട്, തരിതരിപ്പായിട്ട് കണ്ടല്ലോ അരച്ച ഭാഗം. അതിനുശേഷം പച്ചമുളകും ചെറിയ ഉള്ളിയും കുറച്ച് കരിവേപ്പിലയും കൂടെ അതിൻ്റെ അകത്തിട്ട് കൊടുക്കും. കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക. അതും അരഞ്ഞു പോകരുത്, തരിതരിപ്പായിരിക്കണം. അരഞ്ഞു പോയാൽ പച്ചമുളകിൻ്റെ ഒരു പച്ച ചുവ അവിയലിന് വരും. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. ചതച്ചേ എടുക്കാവുള്ളൂ ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ അരകല്ലിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം മിക്സിയിലായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം. അരഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും. പാകത്തിനേ ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക്
അവിയലിൻ്റെ മണമൊക്കെ അങ്ങോട്ട് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങയും വെളിച്ചെണ്ണയും കരിവേപ്പിലയും എല്ലാം വേകുന്നതിൻ്റെ ആ ഒരു മണം നമുക്ക് വരാൻ തുടങ്ങി. അതിൻ്റെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു. ഇന്നലെ ഞാൻ ഭരണി കഴിയപ്പം എൻ്റെ ഭരണിയുടെ അടപ്പ് പൊട്ടിപ്പോയി. 11 വർഷമായിട്ടുള്ള ഭരണിയാണ്. അതിൻ്റെ അടപ്പ് പൊട്ടിയതിൽ എനിക്ക് സങ്കടമായിരുന്നു. ഇനിയിപ്പം പുതിയതൊരെണ്ണം വാങ്ങാം. തൽക്കാലം ഞാൻ ഇതുകൊണ്ട് അടച്ചു വെക്കുകയാണ്. അവിയൽ നമുക്കിനി ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്ത് അടച്ചു വെക്കണം. എല്ലാ കുഞ്ഞു മക്കൾക്കും ഇഷ്ടപ്പെടും. ഇനി ഇതുപോലൊരു അവിയൽ ഉണ്ടാക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കാൻ. നല്ല ആവിയൊക്കെ വന്നു കണ്ടോ. ഏകദേശം നല്ലവണ്ണം ഇതായി വന്നിട്ടുണ്ട് എല്ലാം കൂടെ. പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് അവിയൽ റെഡിയാക്കി എടുക്കാം. വലിയ ജോലിയൊന്നുമില്ല അവിയലിന്. കഷ്ണം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിലും എളുപ്പം ചെയ്യാവുന്നതാണ്. ജോലിക്കാർക്കായാലും വൈകുന്നേരം കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്ത് അടുപ്പിൽ വെച്ചാൽ പെട്ടെന്ന് വേകും. ഇപ്പം നമുക്ക് നാടൻ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു അവിയലാണ് ചക്കക്കുരു ഇട്ടത്. കപ്പളങ്ങയാണ് ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ. കപ്പളങ്ങ എനിക്ക് കിട്ടിയില്ല. കാരണം ഇവിടെ എൻ്റെ കപ്പളം എല്ലാം ഒടിഞ്ഞു പോയി മഴയത്ത്. ഇപ്പോൾ ഒന്നുമില്ല. ഒരു ചെറുത് നിൽപ്പുണ്ട്, അതിലൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ചെടികളെല്ലാം കരിഞ്ഞു പോയി. ദുബായ് 3 മാസം പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചെടിക്കെല്ലാം പ്രശ്നം വന്നു. ഇപ്പം മഴയൊക്കെ ഉള്ളത് കൊണ്ടിങ്ങനെ പൊട്ടി ചെറുതായിട്ടെല്ലാം കിളുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് സങ്കടമായിരുന്നു ചെടിയെല്ലാം പോവോ എന്നൊക്കെ. നമ്മൾ പുളി വെള്ളത്തിലിട്ട് കൊടുക്കാം. കുറച്ച് മതി പുളി കേട്ടോ. പുളി അവിയലിന് ഓവറായാൽ കൊള്ളത്തില്ല. പുളി മുന്നോട്ട് നിന്ന് അവിയലിന് ടേസ്റ്റ് അങ്ങ് പോവും. അപ്പം മക്കൾ നോക്കി വേണം ഇതുണ്ടാക്കാനായിട്ട്. പുളി കുറച്ചെടുക്കുക. ആവശ്യമുള്ളത് പിഴിഞ്ഞൊഴിച്ചാൽ മതി. അവിയൽ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അവിയലിൻ്റെ ആ വെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെയും ഒക്കെ മണം അങ്ങോട്ട് അടിക്കുന്നുണ്ട്. കൊച്ചുമോൻ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അനീറ്റ അമ്മച്ചി അമ്മച്ചി എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കറികൾക്കെല്ലാം ഇച്ചിരി കരിവേപ്പില മുന്നോട്ടാണ്. ചേട്ടൻ പറയും ഇത് കരിവേപ്പില തോട്ടം ഒടിഞ്ഞു വീണാണോ എന്ന് എന്നോട് എപ്പോഴും ചോദിക്കും. കരിവേപ്പില പെറുക്കി മടുത്തല്ലോ എന്ന്. എനിക്ക് എല്ലാത്തിനും കരിവേപ്പില കൂടാതെ. കരിവേപ്പില ഒരു ഔഷധ ഇലയാണ്. അതുകൊണ്ട് എല്ലാത്തിനും കരിവേപ്പില നല്ലതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും കരിവേപ്പില നന്നായിട്ടും ഞാൻ കുറച്ച് അതിലിടുന്ന കരിവേപ്പില ഞാൻ കഴിക്കുകയും ചെയ്യും. കൊച്ചുമോനും 2-3 ഇല അതിൻ്റെ എടുത്ത് പെറുക്കി കഴിക്കും. അവനും ഇഷ്ടമാണ്. അവിയൽ ഏകദേശം വെന്തു. ഒരു ശകലം കൂടെ വെന്താൽ നന്നായിരിക്കും. ഇപ്പോൾ ഏകദേശം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിനുള്ള വെള്ളമേ ഉള്ളൂ. ഇതുപോലെ ആകാവുള്ളൂ. ഇതിൽ കൂടുതൽ വെള്ളമായാൽ കൊള്ളുകയില്ല. എല്ലാവരും ലൈക്ക് ചെയ്യണം. നല്ലതായാലും ചീത്തയായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാഴിയുണ്ടെങ്കിൽ അതായാലും കമൻ്റ് ഇടണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അവിയൽ കണ്ടോ നന്നായി വെന്തു. അപ്പം നമ്മൾ തേങ്ങ അരച്ച് വെച്ചതെല്ലാം കൂടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് ഞാനിപ്പം പറയുന്നില്ല. നമ്മൾ പ്രവൃത്തി മുന്നിലും വാക്കുകൾ പിന്നിലുമായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ അതിന് വിനിയോഗിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുമക്കളും അമ്മമാരും സഹോദരന്മാരും എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും പാളിച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റിലൂടെ എനിക്ക് അറിയിക്കണം. അമ്മച്ചി കുറച്ചുകൂടെ നന്നാക്കി ചെയ്യാൻ ശ്രമിക്കാം. പുളി പിഴിഞ്ഞ് ആവശ്യത്തിന് ഒഴിച്ചു. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കുന്നത് കുത്തി ഉടച്ച് ഇളക്കാതെ നമ്മളൊന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇളക്കുക. തിരിച്ചിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, ആ ഒരു രീതിയിലായിരിക്കണം ചെയ്യുന്നത് നമ്മൾ.
അല്ലെങ്കിൽ അവിയലങ്ങ് മൊത്തം ഉടഞ്ഞ ഒരുമാതിരി ആയിപ്പോവും. നന്നായി ഇളക്കി കൊടുത്തു. എല്ലാ കുഞ്ഞു മക്കളും കഴിക്കും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. ചുമ്മാതെ ഇരുന്ന് തിന്നുകയും ചെയ്യാം എല്ലാവർക്കും. അതുപോലെ ടേസ്റ്റാണ്. നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇന്ന് എൻ്റെ കൊച്ചുമോൻ നല്ല ഉറക്കമായിരുന്നു. എനിക്കൊരു സ്റ്റിക്ക് സ്റ്റാൻഡ് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു ദുബായി ചെന്നപ്പം മോള്. ഉപ്പിത്തിരി കുറവാണ്, ഒരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റിക്ക് വെച്ച് അമ്മ എടുക്കാൻ പറഞ്ഞു. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ആ സ്റ്റിക്ക് വെച്ച് ചെയ്ത് നോക്കിയ. അല്ലെങ്കിൽ മോൻ എപ്പോഴും മോനെ വിളിച്ച് ചെയ്യണം. മോനിപ്പോൾ അടുത്ത മാസം പോകുമ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വേണ്ടേ ചെയ്യാൻ. അതുകൊണ്ട് ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് കൊച്ചുമോനെ കാണിച്ചപ്പം പറഞ്ഞു, ആ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അമ്മച്ചി എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഇപ്പം മോൻ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാം പഠിച്ചെടുത്താലേ പറ്റത്തുള്ളൂ. കുഞ്ഞിന്ന് എന്നെ കുറേ കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം 2-3 പ്രാവശ്യം ചെയ്താലേ ശരിയാവത്തുള്ളൂ. ഇന്ന് വീഡിയോ എല്ലാം ഞാൻ തന്നെയാണ് എടുത്തത്. സ്റ്റാൻഡിൽ വെച്ചു, സൈഡിൽ വെച്ചിട്ടാണ് എടുത്തത്. അപ്പം അങ്ങനെ അവിയൽ റെഡി. അവിയലിൻ്റെ മണവും പ്രത്യേക ഒരു മണമാണ് വരുന്നത്. അവിയലിനല്ലേലും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര വാസന. അവിയൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് തിളച്ച് വരുമ്പോഴുള്ള മണം. നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം തിളച്ച് വന്നപ്പോഴത്തേക്ക്. ഈ അവിയൽ റെഡിയായപ്പോൾ എനിക്ക് ഇച്ചിരി പഴങ്കഞ്ഞിയും അവിയലും തൈരും കൂടെ ഇട്ട് കഴിച്ചാലോ എന്നൊരു തോന്നൽ മനസ്സിൽ. നല്ല ടേസ്റ്റാണ് പഴങ്കഞ്ഞിയും ചെറുതൈരും അവിയലും കൂടെ കൂട്ടി കഴിക്കാൻ. ഒരു കാന്താരിയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർ വെളിച്ചെണ്ണ കുറയ്ക്കാം. ഞാൻ ഇവിടെ കുഴപ്പമില്ല, ആർക്കും അസുഖമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ കൂട്ടി ഒഴിക്കുന്നത്. അവിയൽ കാണുമ്പം കഴിക്കാൻ തോന്നില്ലേ? ഇഷ്ടമായോ മക്കൾക്കൊക്കെ? എല്ലാവരും ട്രൈ ചെയ്യണേ. ഇന്നത്തെ ഒരു നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഐശ്വര്യവും സമാധാനവും സൗഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അവിയൽ വൈൻഡപ്പ് ചെയ്യാറായി. നാളെ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരാം, എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട്. ഞാൻ മാങ്ങാച്ചാർ ഇടണമെന്നാണ് വിചാരിച്ചത്. നല്ല മാങ്ങ കിട്ടാത്തതുകൊണ്ട് ഇന്ന് വീട്ടിൽ അവിയൽ ഉണ്ടാക്കിയപ്പോൾ ശരി അതൊന്ന് ഇട്ടേക്കാം എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ അവിയൽ കുട്ടൻ റെഡി. നാടൻ ചക്കക്കുരു ഇട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്. മക്കളെ കഴിക്കാനും റെഡിയാണോ നിങ്ങൾ? ഞാനും റെഡി. ഞാൻ ഇച്ചിരി പഴങ്കഞ്ഞി അവിയലും കൂടെ കഴിക്കട്ടെ. ഓക്കെ, എന്നാൽ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തതിനൊരു ലക്ഷ്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, താങ്ക് യു.